നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് മാർക്കറ്റ് വാച്ചിലൂടെ. ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രനാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയിലെ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത വാരമാണ് കടന്നു പോകുന്നത്. നിഫ്റ്റി സൈക്കോളജിക്കൽ ബാരിയറായ 5000-ൽ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനം. 5000-ലേക്ക് നിഫ്റ്റി ചുവടുവെക്കുകയാണ് എന്ന് കഴിഞ്ഞ ലേഖനങ്ങളിൽ തന്നെ മാർക്കറ്റ് വാച്ചിലൂടെ ഭുവനേന്ദ്രൻ പറഞ്ഞിരുന്നു. ഈ നേട്ടം മൂലം നിരവധി പ്രേക്ഷകർക്ക് വലിയ വളർച്ച തങ്ങളുടെ നിക്ഷേപത്തിൽ ഉണ്ടായി എന്നുള്ള പ്രതികരണങ്ങളും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഏതായാലും ഏറ്റവും ശ്രദ്ധേയമായ ഒരു പാദത്തിലേക്കാണ് മാർക്കറ്റ് കടന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചിലർ ലാഭമെടുപ്പിന് താല്പര്യം കാട്ടുന്നു എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ഭുവനേന്ദ്രന് തീർച്ചയായിട്ടും ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്ന് പറയും. ഒപ്പം തന്നെ വിപണി അതിൻ്റെ മോശം കാലത്ത് ഞങ്ങൾ നിർദ്ദേശിച്ച പല ഓഹരികളും വലിയ നേട്ടം നൽകി എന്നതും ഇതിൽ ശ്രദ്ധേയമാണ്. ചില ഓഹരികൾ 300% വളർച്ച കൈവരിക്കുകയും നിക്ഷേപകർക്ക് വലിയ നേട്ടങ്ങൾ നൽകുകയും ചെയ്തു. ഇതിനെക്കുറിച്ചും ഭുവനേന്ദ്രൻ സൂചിപ്പിക്കും. ഭുവനേന്ദ്രൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ്. പലരും പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് തിരിയുന്നുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് വേണ്ടത്? തീർച്ചയായിട്ടും പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് കിടക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഇതിനകത്ത് നമ്മളൊരു 6 മാസത്തെ മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മളൊരു മാർച്ച് മുതലിങ്ങോട്ട് പരിശോധിച്ചാൽ 2500-നും 3000 ലെവലിലായിരുന്നു മാർച്ച് മാസങ്ങളിൽ മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് 3200 വരെ വന്നു. അതിനുശേഷം വീണ്ടും കറക്റ്റ് ചെയ്തു. ഈ 2550 ലെവലിലാണ് നമ്മൾ വളരെ ശക്തമായിട്ടുള്ളൊരു ബൈ റെക്കമെൻഡേഷൻസ് റിലയൻസ് ക്യാപിറ്റൽ, ICICI ബാങ്ക് പോലെയുള്ള L&T പോലെയുള്ള സ്റ്റോക്കുകൾ കൊടുത്ത്. അതിന് നമ്മളൊരു എക്സാമ്പിളായിട്ട് ഡൗ തിയറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഡിസ്ട്രസ് സെല്ലിംഗ് ഓഫ് സൗണ്ട് സ്റ്റോക്ക്, ഈ സമയത്ത് എല്ലാ ഇൻവെസ്റ്റേഴ്സും സ്റ്റോക്കുകൾ ബൈ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ഏപ്രിലോടുകൂടി 3200 എന്ന് പറയുന്ന ഒരു വലിയ ബാരിയർ ബ്രേക്ക് ചെയ്തു. അതൊരു ചെറിയ ബുള്ളിഷ് ട്രിഗറിൻ്റെ തുടക്കമാണ് എന്ന് നമ്മൾ മാർക്കറ്റ് വാച്ചിലൂടെ പറഞ്ഞിരുന്നു. അതിനുശേഷം മാർച്ച് എൻഡോടുകൂടി 3750 എന്ന് പറയുന്ന ലെവലിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ എലക്ഷൻ റിസൾട്ട് വരുന്നത്. എലക്ഷൻ റിസൾട്ടോടുകൂടി ഓവറോൾ പിക്ചർ മാറി. കാരണം അതോടൊപ്പം തന്നെ എക്കോണമി ഗ്രോ ചെയ്യുന്നതായിട്ടുള്ള ന്യൂസുകൾ വന്നു. പിന്നെ അടുത്ത 5 വർഷത്തേക്ക് സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഗവൺമെൻറ് വരിക എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതായിരുന്നു. അമേരിക്കയിലും ഭരണമാറ്റമുണ്ടായി. 2 ദിവസം വളരെ ശക്തമായിട്ട് മാർക്കറ്റ് അതിനോട് പ്രതികരിച്ചു. 4700 ലെവലിൽ വന്നിട്ട് അതിനുശേഷം മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് 3900 ലെവലിലേക്ക് മാർക്കറ്റ് വന്നു. എഗൈൻ ആ ലെവലിൽ നിന്ന് എഗൈൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന നമ്മളുണ്ട്. അതിനുശേഷമാണ് എഗൈൻ 4720 എന്ന് പറയുന്ന ലെവലിൽ വരുന്നു. അവിടെ നിന്നാണ് നമ്മൾ സെൽ ഓഫ് ഒക്കെ നിർദ്ദേശിച്ചിരുന്നു. 3920ലേക്ക് എഗൈൻ മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. അപ്പോൾ 3920 ലെവലിലാണ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ബൈയിങ് നമ്മൾ റെക്കമെൻഡ് ചെയ്തത്. എഗൈൻ മാർക്കറ്റ് 4750 എന്ന് പറയുന്ന ലെവലിൽ പോയി 4360 എന്ന് പറയുന്ന ലെവലിലേക്ക് വന്നു. ദെൻ എഗൈൻ 4750 എന്ന് പറയുന്ന ലെവലിൽ പോയി 4580 എന്ന് പറയുന്ന ലെവലിലേക്ക് വന്നു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൗൺ സൈഡ് അറസ്റ്റ് ചെയ്ത് വരികയും അപ്പർ സൈഡ് മുകളിലേക്ക് പോകുന്നു. ഒരു ബുള്ളിഷ് ട്രിഗറാണ്. പുതിയ ഡൗൺ വരാതെ പുതിയ ഹൈ വന്നു. 4750 ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു. ഇനി 4750 വന്നാൽ ഒരിക്കലും സെല്ല് ചെയ്യരുത്, ഒന്നുകൂടി വെയിറ്റ് ചെയ്യുക. 4750 ബ്രേക്ക് ചെയ്താൽ 4860, ഫസ്റ്റ് 860 880 വിട്ട് എഗൈൻ മാർക്കറ്റ് ഒരു 100 പോയിൻറ്റ്സിനടുത്ത് കറക്ഷൻ വന്നു. എഗൈൻ 860 ബ്രേക്ക് ചെയ്ത് 4950 എന്ന് പറയുന്ന ടാർഗറ്റ്, ആ ടാർഗറ്റും ബ്രേക്ക് ചെയ്ത് 5000 ലെവലിൽ വന്നിട്ടാണ് ചെറിയൊരു കറക്ഷനിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം കോഷ്യസ് ആയിരിക്കണം. ഈ റാലിയിൽ പങ്കെടുത്ത സ്റ്റോക്കുകൾ ഒന്ന് മെറ്റൽ, ഓട്ടോമൊബൈൽ ആൻഡ് ബാങ്കിങ് സ്റ്റോക്കുകളാണ്. വളരെ ശക്തമായിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ലോവർ സൈഡിൽ ഏറ്റവും ഡൗൺ സൈഡിൽ മാർക്കറ്റ് റെക്കമെൻഡ് ചെയ്ത പല സ്റ്റോക്കുകളും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ലെവലിലുള്ളവരൊക്കെ ലാസ്റ്റ് വീക്ക് പറഞ്ഞ പോലെ ഈ ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി നിൽക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും മാർക്കറ്റിൽ നല്ലത്. ചിലപ്പോൾ കുറച്ചുകൂടെ മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് 4950 മുകളിൽ ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, ഒരു ദിവസം നിൽക്കുകയാണെങ്കിൽ 5200 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് പോകാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. പക്ഷേ മാർക്കറ്റിൽ കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ നിക്ഷേപകർ ചെയ്യേണ്ട കാര്യം, ഇപ്പോഴും ഈ റാലിയിൽ പങ്കെടുക്കാത്ത ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ റിയാലിറ്റിയിലൊക്കെയുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് പിയും ബുക്ക് വാല്യൂ ഒക്കെ നോക്കി അങ്ങനെയുള്ള നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. അപ്പോൾ മിഡ് ക്യാപ്പിലൊക്കെയുള്ള വളരെ നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവസരമാക്കിയിട്ട് മാറ്റുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതുപോലെ ഹയർ പ്രോഫിറ്റ് ഉള്ള സ്റ്റോക്കുകൾ എക്സിറ്റ് ചെയ്ത് ഒന്ന് മാറി നിൽക്കുക. അടുത്തൊരു ഇനി ഡൗൺ സൈഡ് എന്ന് പറയുന്നത് 4700 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ടെക്നിക്കൽ ലെവൽ പരിശോധിച്ചാൽ 4700 ബ്രേക്ക് ചെയ്ത് 600 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എഗൈൻ മാർക്കറ്റ് വളരെയധികം താഴേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ്. 4700 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് ലെവൽ തന്നെയാണ്. ആ ലെവലിൽ എഗൈൻ ഓരോ ഡിപ്പും ബൈയിങ്ങിന് ഉപയോഗിക്കാം എന്ന് നമ്മൾ മാർക്കറ്റ് വാച്ചിലൂടെ പറയുന്നതും അതുകൊണ്ടായിരുന്നു. 4700 ഒരു ക്രൂഷ്യൽ ലെവൽ, സപ്പോർട്ട് ലെവൽ പരിശോധിക്കുക.
അപ്പർ സൈഡ് 5200 ലെവൽ വരെ കാണുന്നുണ്ട്. പക്ഷേ വളരെയധികം കോഷ്യസ് ആയിരിക്കണം ഇനി അങ്ങോട്ടുള്ള ഓരോ മൂവ്മെൻറ്റ്സും നിക്ഷേപകർ. കാരണം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലുള്ളവർക്ക് യാതൊരു കാരണവശാലും പേടിക്കേണ്ട. ബാലൻസ് ഫണ്ട് ഉള്ളവർ മാത്രമേ ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ മാർക്കറ്റിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിന് തുനിയാവൂ. അതുകൂടാതെ എനിക്ക് തോന്നുന്നു വളരെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വളരെയധികം കുറവായിരുന്നു ഈ റാലിയിൽ. പലതും ഇൻസ്റ്റിറ്റ്യൂഷൻസും FISും ആണ്. പലപ്പോഴും അവർക്കാണ് കോൺഫിഡൻസ്. അതുകൊണ്ട് ഈ അവസാനത്തെ ഈ റാലിയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ തന്നെ പല സ്റ്റോക്കുകളുടെ കാര്യം പറഞ്ഞുവെങ്കിലും ഒരുപക്ഷെ കുറച്ച് പേരൊക്കെ അത് വാങ്ങാതെ മാറി നിന്നിട്ടുണ്ടാവാം. അവർക്കുള്ള ഇനിയുള്ള അവസരം എന്താണ്? അവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോഴും ഈ റാലിയിൽ പങ്കെടുക്കാത്ത എത്രയോ നല്ല സ്റ്റോക്കുകൾ മിഡ് ക്യാപ്പിലുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അവരൊന്നുകൂടി വെയിറ്റ് ചെയ്യുക. അടുത്തൊരു കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കും. ആ കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ആ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നില്ലല്ലോ. ബാങ്കിലേക്ക് പൈസ പോകട്ടെ, തിരിച്ച് മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുമ്പോൾ നമുക്ക് റീ എൻട്രി ചെയ്യാം. നല്ല അവസരങ്ങൾ മാർക്കറ്റിൽ എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് എൻട്രി ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വളരെ നല്ല സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിരിക്കും നല്ലത്. ഇനി അങ്ങോട്ടുള്ള പ്രത്യേകിച്ച് എ ഗ്രൂപ്പ് സ്റ്റോക്കുകൾ ബൈ ചെയ്യുമ്പോൾ കുറച്ച് കോഷ്യസ് ആയിരിക്കണം മാർക്കറ്റിൽ. ഈ അഡ്വാൻസ് ടാക്സിൻ്റെ ഒക്കെ സമയമാണല്ലോ, പലരും അഡ്വാൻസ് ടാക്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വന്നു തുടങ്ങി. ഇത് നൽകുന്ന അടുത്ത റിസൾട്ട് സംബന്ധിച്ച് എന്ത് സൂചനയാണ്? ഇത് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഒക്കെ വളരെയധികം കൂടുതലാണ് അഡ്വാൻസ് ടാക്സ് അടച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു സൂചന മാർക്കറ്റും അവരുടെ നല്ല പ്രോഫിറ്റ് അടുത്ത ക്വാർട്ടർ വരും എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഈ ഒരു ഹയർ ലെവലിലേക്ക് പോകാനുള്ളൊരു കാരണമായത്. ഇപ്പോൾ ഗ്ലോബൽ സൂചനകളും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നന്നായിരുന്നു. ഇപ്പോൾ ബെർണാക്കയുടെ സ്ഥാനങ്ങളൊക്കെ വന്നു, റിസഷൻ്റെ അവസാന കാലമാണ് അല്ലെങ്കിൽ റിസഷൻ തീരാൻ പോകുന്നു എന്നൊക്കെ. ഇത്തരം ഒരു ആത്മവിശ്വാസം എത്രത്തോളം വിപണിക്ക് വന്നിട്ടുണ്ട്? അല്ല, കോൺഫിഡൻസ് വളരെയധികം ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ ഡിസ്കൗണ്ടഡ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ കയ്യിലേക്ക് ഈ ന്യൂസ് എത്തുമ്പോൾ ഓൾറെഡി മാർക്കറ്റ് കയറിയിട്ടുണ്ടാവും. ഈ ന്യൂസ് കണ്ടിട്ട് ഒരിക്കലും ബൈ ചെയ്യാതെ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുക. ഫ്രഷ് ബൈയിങ്, പ്രത്യേകിച്ച് എ ഗ്രൂപ്പ് സ്റ്റോക്കിൽ മേടിക്കുന്നവർ ശരിക്കും ഫണ്ടമെൻ്റൽസ് സ്റ്റഡി ചെയ്തിട്ട് തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് മിഡ് ക്യാപ്പൊക്കെ വളരെ നല്ല സ്റ്റോക്കുകൾ കണ്ട് മേടിക്കുക. ഈ ന്യൂസുകളൊക്കെ തന്നെ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഇത്രയധികം ഹയർ ലെവലിലേക്ക് വന്നത്. എന്തായാലും ഒരു കറക്ഷൻ മാർക്കറ്റിൽ വരും. പക്ഷേ അത് ഏത് സമയത്ത് വരും എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇപ്പോഴും വ്യക്തമായിട്ട് വന്നിട്ടില്ല. നമുക്ക് ധാരാളം കത്തുകൾ ഈ ലക്കവും ലഭിച്ചിട്ടുണ്ട്. കത്തുകളിലേക്ക് കടക്കുകയാണ്. കെന്നത്തിൻ്റെ കത്താണ് ആദ്യം എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ തന്നിരിക്കുന്നത് അശോക് ലൈലാൻഡ്, ആന്ധ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, കെയിൻ, DCB, ഇൻഫോടെക്, GMR ഇൻഫ്ര, GSPL. അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കിൽ അശോക് ലൈലാൻഡ് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മാനുഫാക്ചറാണ്. അതുപോലെ ഹെവി ആൻഡ് ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആൻഡ് എൻജിൻസ് ഒക്കെയാണ് ഇവർ പ്രധാനമായിട്ടും മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എൻജിനീയറിംഗ് മേഖലയ്ക്ക് ഡീസൽ ആൻഡ് മറൈൻ മേഖലകൾക്ക് ഡീസൽ എൻജിൻസ് ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്ക് ലാസ്റ്റ് ക്വാർട്ടർ വളരെ മോശമെന്നല്ല, അതിൻ്റെ പ്രോഫിറ്റിൽ വളരെയധികം കുറവ് വന്നിരുന്നു. സ്റ്റോക്കിൽ മൂവ്മെൻറ്റ്സ് കുറവാണ്. റിസഷൻസ് ഒക്കെ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അശോക് ലൈൻഡ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. മൂവ്മെൻറ്റ്സ് സ്റ്റോക്കിന് വളരെയധികം കുറവാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ലെവൽ 4070 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 39 and 38 ലെവലിൽ ഇതിനൊരു 2 ലെവൽ സപ്പോർട്ടുണ്ട്. ആൻഡ് 4130 ഒരു റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇദ്ദേഹത്തിന് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ആന്ധ്ര ബാങ്ക് ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ്. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ്, അതുപോലെ ഇൻ്റർനാഷണൽ ബാങ്കിങ്, NRI ബാങ്കിങ്, അതുപോലെ പേഴ്സണൽ ബാങ്കിങ്, കോർപ്പറേറ്റ് ബാങ്കിങ് മേഖലകളിലൊക്കെ ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള ബാങ്കാണ്. ഇപ്പോഴത്തെ നിലയിൽ ഈ സ്റ്റോക്ക് ഇദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 104.50, 104.50 റെസിസ്റ്റൻസ് ഉണ്ട്. സപ്പോർട്ട് 9170 മാത്രമേ ഒരു ലോവർ ലെവലിലാണ് സപ്പോർട്ട് കാണുന്നത്. കറണ്ട് ലെവൽ 100 ലെവലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ദെൻ ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് പലപ്പോഴും നമ്മൾ മാർക്കറ്റ് വാച്ചിലൂടെ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. വളരെ ശക്തമായ ഫണ്ടമെൻ്റലും വളരെ നല്ല റിസൾട്ടും അനൗൺസ് ചെയ്യുന്ന ഒരു ബാങ്കിങ് സ്റ്റോക്കാണ്. കറണ്ട് ലെവൽ കുറച്ചൊരു ഹയർ ലെവലിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അടുത്തൊരു കറക്ഷനിൽ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാം. 927 ഇതിനകത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യണം 980 വരെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. 800 ലെവലിൽ വരുമ്പോഴായിരിക്കും ഒരു സേഫ് ബൈയിങ് എന്ന് അഡ്വൈസബിൾ ആയിട്ടുള്ള ഈ സ്റ്റോക്കിൽ.